ഈ കാറ്റ് വരുമ്പോഴേ നമുക്കൊരു പേടിയാണ്, വല്ല ഞെരി വല്ല ഓടിക്കുന്നതാണോ, അതായത് കാട്ടുമൃഗങ്ങൾ വല്ല ഞെരി ഓടിക്കുന്ന സൗണ്ട് പോലെ. ഞാൻ പോകുന്നില്ല. കാറ്റടിക്കുമ്പോഴേ നല്ല മണമുണ്ട് ആനയുടെ. വനമല്ലേ? ഇപ്പൊ കയറിയപ്പോൾ ആനപ്പണ്ടം കണ്ടു, അതെനിക്കൊരു പേടി പോലെ സ്ഥലമല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഈ പട്ടീനെയൊക്കെ വളർത്തിക്കുന്നത് കിടക്കുന്നത് അല്ലേ. ഇച്ചിരി വെള്ളം തരാൻ പറ്റി, ഞാൻ വെള്ളം ഒന്നും എടുത്തില്ലായിരുന്നു. പച്ചവെള്ളം മതി കുടിക്കാനായിട്ട്. വെൽക്കം ബാക്ക് അഗൈൻ. ബിനുവാണേ. ആഹാ, അത് തന്നെയല്ല. ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമ്മിളിൽ വനപ്രദേശങ്ങളിലാണ് ഉള്ളത്. ഇപ്പോൾ കുമ്മിളി ടൗണിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയുണ്ട്. ആ മലയിലോട്ടുള്ള ഒരു യാത്രയാണ്. അവിടെയാണ് കുരിശുമല സ്ഥിതി ചെയ്യുന്ന ഒരു സായിപ്പ് പറഞ്ഞ ഒരു കുളവുമുണ്ട്. അപ്പോൾ ആ കുളത്തിൻ്റെയും കുരിശുമലയുടെയും ഒരു കാഴ്ചയാണ്. പിന്നെ അത് തന്നെയല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല വിദൂര കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. മലയണ്ണാനാണ് പോകുന്നത് കേട്ടോ, മലയണ്ണാൻ. നമുക്ക് അത്ര ദൂരെയാണ് ഈ സാധനം പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ, തനി ഫോറസ്റ്റാണ്. അപ്പം ഇതിനുള്ളിലൂടെയുള്ളൊരു യാത്രയാണ് രാവിലെ തന്നെ. അപ്പം ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ കുറേ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞ് കുറേ കുമ്മിളി പഞ്ചായത്തിൻ്റെ ആയിട്ടൊരു ബോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കാണുന്ന എല്ലാം നമ്മുടെ ഗസ്റ്റ് ഹൗസാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റത്തില്ല, ഇതെല്ലാം സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസാണ്. പിന്നെ നമുക്കിനി വീഡിയോയിട്ട് നമുക്ക് പോകാം കേട്ടോ. രാവിലെ തന്നെ ചെറിയൊരു മഞ്ഞിൻ്റെ ഒരു ഭാഗമാണ് ഇവിടുന്ന് കാണുന്നത് തന്നെ. പക്ഷേ മേലോട്ട് ചെന്ന് കഴിയുമ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. മഞ്ഞുള്ള പ്രദേശമാണോ മഞ്ഞുള്ള ഇല്ലാത്ത പ്രദേശമാണോ. ഇന്നേ ദിവസം ഒരു കാലാവസ്ഥ ഒരു മോശമാണ്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കേരള വന്യജീവി വകുപ്പ് പെരിയാർ ടൈഗർ റിസർവ്. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. അപ്പം ഇതെല്ലാം കാണുന്ന സർക്കാരിൻ്റെ ഇതാണ് കേട്ടോ, ഗസ്റ്റ് ഹൗസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, ഇവിടെയെല്ലാം നമുക്ക് സർക്കാരിൻ്റെ ഇതിലില്ല, പറ്റത്തില്ല. നമ്മൾ അങ്ങോട്ട് കയറേണ്ട കാര്യമില്ല, നമുക്കിതാണ് നമ്മുടെ വഴി. അപ്പം ദാസപ്പന്തി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മലയണ്ണാനും കുരങ്ങന്മാരൊക്കെ ഒരു കാഴ്ച കാണാം കേട്ടോ. ഇനി മേലോട്ട് ചെല്ലുമ്പം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഞാൻ വേണ്ടല്ലോ, നല്ല കയറ്റമാണ്. എന്നാൽ ഇന്ന് ദാസപ്പൻ്റെ പണിയാണ് കേട്ടോ. അടിപൊളി. അപ്പോൾ നമ്മൾ തനി ഫോറസ്റ്റിനകത്തൂടെയുള്ള ഒരു യാത്രയാണ് കേട്ടോ. നല്ല കോൺക്രീറ്റ് റോഡാണ്, ടാറിട്ട് റോഡല്ല കേട്ടോ. പക്ഷെ പട്ടുകൂറ്റ മരങ്ങളൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ഇങ്ങനെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബൗണ്ടറി ലൈൻ എന്തെങ്കിലും തോന്നുന്നു കേട്ടോ. എന്നു വെച്ചാൽ ഇവിടെ കൂടുതൽ താമസിക്കുന്നത് തമിഴ്ക്കാരാണ് കേട്ടോ. രാവിലെ തന്നെ വഴി മുടക്കാനായിട്ട് 2 പേർ വഴി നിൽക്കുന്നുണ്ടോ. ഓ, ഇതന്നെയാണോ എന്നറിയത്തില്ല, ഒരു വഴിയുടെ ഒരു ഭാഗം. അടിപൊളി ഇതാണ്. എനിക്ക് തോന്നുന്നു ഇത് കുരിശുമലയിലോട്ടുള്ള വഴിയല്ലെന്ന് തോന്നുന്നു കേട്ടോ. വേറെ എങ്ങോട്ടുകൊണ്ടോ കിടക്കുന്ന വഴിയാണ്. ഇന്ന് ദാസപ്പൻ്റെ വയറ് കാലിയാകുന്ന ലക്ഷണം തോന്നും കേട്ടോ. അവിടെ നിന്നുള്ള ആ ലക്ഷണമൊക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ മണ്ണിടിഞ്ഞു പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. ആ,
നമ്മളങ്ങനെ കയറി വന്നപ്പം വഴിക്കൊരു ചെറിയ തടസ്സം കേട്ടോ. ഇന്നത്തെ മഴയത്തെ കണ്ട് മണ്ണിടിഞ്ഞാണ്. JCBക്ക് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിലെയാണ് നമ്മൾ വന്നത് കേട്ടോ. ഒന്ന് നമ്മൾ ഇതിലിങ്ങനെ കയറി പോകണം. നല്ല കയറ്റമാണ്. അത് തന്നെയല്ല, ഇപ്പം ചില നമ്മൾ താമസിച്ചു. താഴെ ചില വഴിപ്പണിയൊക്കെ അതിൻ്റെ പേരിൽ ഇന്നലത്തെ മഴയത്തെ മണ്ണിടിഞ്ഞ് വീണിട്ട് വഴിയൊക്കെ ബ്ലോക്കായി. അതുകൊണ്ട് നമുക്ക് കയറി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിപ്പോയി. അതുകൊണ്ട് ഇത്രയും വെച്ച സമയം വൈകി. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാം കാണുന്ന ഭയങ്കര വനങ്ങളാണ് കേട്ടോ. എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓടി നമ്മൾ നല്ല കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ള യാത്രയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലേ നിന്ന് അങ്ങനെ വണ്ടികളങ്ങനൊന്നും വരുന്നല്ല തോന്നുന്നു കേട്ടോ. കോൺക്രീറ്റ് ആണ്, പക്ഷേ നല്ല മിശുമിശാന്ന് പായലുണ്ട്, തെറ്റും. കാരണം ഇപ്പം തന്നെ ദാസപ്പൻ ഒരു പരുവായി. നല്ല കയറ്റമാണ്. മണ്ട വരെ വണ്ടി കയറി ചെല്ലുന്നാണ് പറഞ്ഞത്. ആ, വഴി നടുക്കൂത്തം കിടപ്പുണ്ടല്ലോ. വിഷയക്കാരനാണോ? കളിക്കാലം പിടിക്കുമോ? ഇല്ല, വിഷയമില്ല. അയ്യോ, എൻ്റെ പൊന്നച്ചനെ വലിയ പാടാ കേട്ടോ. എനിക്കത് ഇറങ്ങി വരുമ്പോൾ ഇച്ചിരി പണി പാളും മോനെ. ഇത് ഇച്ചിരി കേസാണല്ലോ, വട്ട് കേസാണല്ലോ. അടിപൊളി. ഓ, അതിലെയാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. എന്നാലും വഴി ഇച്ചിരി ഡേഞ്ചറാണ് കണ്ടോ. അതിലെയാണ് നമ്മൾ കയറി വന്നത്. ഓഹ്, അപ്പം നമ്മളങ്ങനെ ഈ കുരിശുമലയുടെ അടിവാരത്തെത്തി കേട്ടോ. അപ്പം ഇതാണ് ആ ഒരു അടിവാരത്തിൻ്റെ ഒരു കാഴ്ച. അപ്പം നമ്മളിനി ദാസപ്പനെ ഇവിടെ വെച്ചിട്ട് നമ്മളിനി നടന്നാണ് പോകുന്നത്. ഇതിലേ കയറി പോകുന്നുള്ള കാര്യം നമുക്ക് ഒരു കൺഫ്യൂഷനാണ്. എന്നാൽ പോലും വേണ്ടില്ല, നമുക്ക് അതിലേക്ക് ഇപ്പം മുന്നാളിൽ കഴിഞ്ഞ ദിവസം മഴ കാരണം പാറക്കടയൊക്കെ ഒരുപാട് വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വഴി ഇച്ചിരി അപ്പുറത്തെ അതിലും ഉണ്ട്. പക്ഷേ ഇനി ദാസപ്പനോട് കയറുന്നില്ല. പക്ഷെ ഒരുപാട് വഴി മോശമാണ്. കാരണം തെന്നി എവിടെയെങ്കിലും സ്ലിപ്പായി പോയാൽ നമുക്ക് വലിയ ഇച്ചിരി റിസ്ക്കാണേ. ഒരു കാര്യം ചെയ്യും, ദാസപ്പനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ദാസപ്പനെ ഇവിടെ നമ്മൾ ഇരുത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പക്ഷേ അടങ്ങി ഇരുന്നാണ് കേട്ടോ. ആൾക്കാരും ഈ വഴിക്കൊന്നുമില്ല. നിന്നെ നീ തന്നെ സൂക്ഷിക്കുക. ഇവിടെ ഇങ്ങനെ സോളാർ വേലി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തൊട്ടാ കറണ്ടടിക്കും. മൊത്തം എർത്ത് കമ്പി പോലെ കമ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇതിനപ്പുറം തമിഴ്നാടാണ് തോന്നുന്നു കേട്ടോ. അയ്യടാ, നമുക്കിതിൽ കയറി പോകാം. ഇന്ന ദിവസം വെയിൽ കുറവായതിന് വരെ ഇതൊക്കെ കറണ്ട് കാണുന്ന കാര്യം സംശയമാണ്. ശരിയാ കേട്ടോ. ഇതാണ്ടൊരു ജണ്ട കണ്ടോ. അപ്പോൾ നമ്മളിത് എങ്ങനെ പോകും? നമ്മളിനി സായി പോകുന്ന കൊട്ടാരം കാണാനായിട്ട്, കുളം കാണാനായിട്ട്. എന്താ പൊന്നോ, അങ്ങ് മണ്ട വരെ ഉണ്ട് കേട്ടോ. അങ്ങ് വിദൂര കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല കേട്ടോ. മഞ്ഞ് കയറി മൂടിക്കിടക്കുവാണ്. അടിപൊളി. എന്നാലും ഇപ്പോൾ ഇവിടെ ആണല്ലേ മുള്ളുവേലിയൊക്കെ. എനിക്ക് തോന്നുന്നത് അങ്ങ് സൈഡ് ഞാൻ പറഞ്ഞല്ലോ, അങ്ങ് സൈഡ് തമിഴ്നാട്, ഇങ്ങേ സൈഡ് കേരളം. നമ്മളിതിൻ്റെ എടാ വള പോനെ, നമുക്കിതിലൊന്ന് ഇപ്പുറ സൈഡിലോട്ടൊന്ന് കടക്കണം. നമ്മൾ എന്ത് ചെയ്യുക? അയ്യോ, നമുക്കൊന്ന് കടക്കണമെങ്കിൽ എന്നാ ചെയ്യുന്നത് സുഹൃത്തെ? കറണ്ട് ഉണ്ടോ? ഇതല്ലേ അങ്ങ് താഴെയാണ് നമ്മളൊരു വീട് കണ്ടത്. അതൊന്ന് പോയിട്ട് വരാം, ചോദിച്ചിട്ട് വരാം കയറാൻ പറ്റുമോ. ഇവിടെയൊക്കെ ഒരു കുരിശ് കാണുന്നുണ്ട്. പിന്നെ അതൊന്ന് ചോദിച്ചിട്ട് വരാം താഴെ പോയി. ദാസപ്പൻ ശകലം പണി പാട് വിടും ഇതിൽ ഇറങ്ങിപ്പോക്ക്. ഇവിടെ ഇങ്ങനെ ഒരു
അനാഥമായിട്ടൊരു പള്ളിയാണോ വീടാണത്തില്ല കേട്ടോ. ഡോറിൽ ഭയങ്കര കുരിശൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അല്ലോ ഡോറൊക്കെ ഉണ്ടോ. ഇതൊരു വീടാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാലും കണ്ടുമ്പോൾ ഒരു ഭയങ്കര ഭീകരതയാണ് കേട്ടോ. എന്തായാലും താട്ടിറങ്ങിച്ച് നോക്കാം. അത് ഒച്ച വെച്ച് സംസാരിക്കുന്നൊന്നുമില്ല. എനിക്കൊരു ചെളി കൊണ്ടും കല്ലുകൊണ്ടും കെട്ടിയൊരു വീടാണേ. വനമല്ലേ? ഇപ്പം കയറിയപ്പോൾ ആനപ്പണ്ടം കണ്ടു. അതെനിക്കൊരു പേടി പോലെ സ്ഥലമല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഈ പട്ടീനെയൊക്കെ വളർത്തിക്കുന്നത് കിടക്കുന്നല്ലേ. ഇച്ചിരി വെള്ളം തരാൻ പറ്റി. ഞാൻ വെള്ളമൊന്നും എടുത്തില്ലായിരുന്നു. പച്ചവെള്ളം മതി കുടിക്കാനായിട്ട്. ദാസപ്പനെ അവിടെ ഇരുത്തി ഇവരെ കാവലായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് നമുക്ക് പോകാം കേട്ടോ. കാരണം ഈ വീട് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അമ്മച്ചി രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടോ. ഈ അമ്മച്ചിയുടെ വീടിൻ്റെ പുറത്തെല്ലാം ചെടിയാണ് കേട്ടോ. അമ്മച്ചിയുടെ അടുത്ത് നിന്ന് ചെറിയ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച് കയറിപ്പാ. നമ്മളത്ര പ്രതീക്ഷിച്ചില്ല. ഒന്ന് പിടിച്ചോട്ടെ അമ്മച്ചി. അമ്മച്ചി ചെടിയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. അങ്ങനെ മൂന്നാമത്തെ ട്രിപ്പാണ് ഞാൻ ഇപ്പം ഈ വഴി കയറി ഇറങ്ങുന്നത് കേട്ടോ. പിന്നെല്ലാം നിർത്തിപ്പോയതാണ്. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഓർത്തു ദാസപ്പൻ ഞാനും പെട്ടുപോയി മറിഞ്ഞു എന്ന് ഓർത്ത് ഇപ്പം കാണിച്ചില്ല അതെങ്ങനെ ഇറങ്ങി വന്നെന്നുള്ളത്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു കയറിപ്പൊക്കോ, ധൈര്യത്തോടെ കയറിപ്പൊക്കോ, ഒരു വിഷയമില്ല. അപ്പോൾ ക്യാമറ ലൈനൊക്കെ വെച്ചിരിക്കുന്നത് ഇങ്ങോട്ട് ആനയും കാട്ടുപോത്തും മറ്റുള്ള കാട്ടുമൃഗങ്ങളെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. അതിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറയും കറണ്ട് ലൈനും. ഇവിടെ ധാരാളം പട്ടികളുണ്ട്. ഒരു വീട്ടിൽ കുറഞ്ഞ ഒരു 5-6 പട്ടി വീതമുണ്ട് കേട്ടോ. കാരണം ഈ പട്ടികളുള്ളതിൻ്റെ പേരിലാണ് ഇവിടെയുള്ളവരൊക്കെ ഇങ്ങനെ ഈ കാട്ടൂത്ത് ഇറങ്ങിയാലും പുലി ഇറങ്ങിയാലൊക്കെ ഓടിക്കാനുള്ള മാർഗം അടുത്തു. സത്യം പറഞ്ഞാൽ കുമ്മളി ടൗണിൽ നിന്ന് ഒരു ചായ കുടിച്ചുള്ളൂ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ നിന്ന് അമ്മച്ചിയുടെ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച് അമ്മച്ചി വീടുണ്ടോ അടിപൊളിയാണ് കേട്ടോ. കുഞ്ഞ് വീടാണെങ്കിലും ചെട്ടിയൊക്കെ വെച്ച് നല്ല പെയിൻ്റ് വെച്ച് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ ധാരാളം പട്ടികളുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉള്ളതിനാൽ ആണ് ഈ പട്ടിയെ കൂടുതൽ വളർത്തിയിരിക്കുന്നത്. പക്ഷെ എല്ലാത്തിനും പിടിച്ച് പൂട്ടിയിട്ടിരിക്കുക. ഇപ്പോൾ ഒരു അമ്മച്ചിയൊക്കെ ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു കയറി പോകാം, കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞു, ഇടവഴി കയറി പോകാനുള്ള വഴി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമുക്കൊന്ന് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരം നടന്നു കേട്ടോ. നമ്മളെ പുറകെ വരുവാണ് കേട്ടോ. നല്ലൊരു പൂടപ്പട്ടിയാണ്. എനിക്ക് ബാക്കിയെല്ലാം ഇവിടെ കിടപ്പുണ്ട്, കൂട്ടി കിടപ്പുണ്ട് കേട്ടോ. വാടാ വാടാ. അപ്പം നമുക്ക് കേട്ടോ ഇങ്ങനെ സ്ലിപ്പായാണ് വന്നത് കേട്ടോ. വഴിക്ക് വാട്ടം വെച്ച് പക്ഷെ എന്നാലും 2 വീലർ കൊണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക. ഇറങ്ങിപ്പോക്കൊക്കെ വലിയ പാടാണ് കേട്ടോ. പക്ഷേ എനിക്ക് നവത്തം പറ്റി കേട്ടോ. നിരങ്ങിയാണ് വന്നത്. നമുക്കങ്ങനെ ആ മലയുടെ മണ്ട കയറണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലെയാണ് പോകേണ്ടത്. പക്ഷേ നല്ല കാറ്റാണ് കേട്ടോ. ഇന്നേ ദിവസം ഞാൻ തന്നെ ഉള്ളു തോന്നുന്നു. പക്ഷേ ഇഷ്ടം പോലെ തോട്ടപ്പുഴയുണ്ട്. ഒരു 2 എണ്ണം കാലം കയറിയിട്ടുണ്ട്. നമ്മൾ എന്നും പറഞ്ഞ പോലെ തന്നെ സാനിറ്റൈസർ സാധനം നമ്മൾ എടുത്തിട്ടില്ല. ഇവിടെ വന്നിട്ട് പോയതാണ്. എല്ലാം ഞെരിയില്ല ഒട്ടിച്ച് ഈ പേരിന് കമ്പെല്ലാം ഒട്ടിച്ച് നിർത്തിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് കയറി പോകുന്നില്ല. അപ്പം ക്യാമറ വെച്ചിരിക്കുന്നത് ശരി തന്നെയാണ്. കാരണം വർക്കിംഗ് ആണ്, കാര്യങ്ങളാണ്. നമ്മൾ ചിലപ്പം ഇവിടെ എല്ലാം കയറി ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴായിരിക്കും നാളെ നമ്മളെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ആൾ നിൽക്കുന്നത്. തന്നെയാണ് ദാസപ്പനെ. അപ്പോൾ അങ്ങനെ ഞാൻ മണ്ട വരെ കയറണമെന്നുണ്ട്. പക്ഷേ ഇത് കാരണം ഈ ക്യാമറ വെച്ചോണ്ടാണ് നമുക്ക് പേടി. അല്ല നമുക്കൊരു പേടിയില്ല, കയറുന്ന വിഷയമില്ല.
എന്നോ എന്ത് ചെയ്യുമല്ലേ. ഒന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ കയ്യും കാലും ധരിക്കുന്നതാണ് കയറാനായിട്ട്. അങ്ങ് മണ്ട വേണം കയറാനായിട്ട്. അപ്പോൾ ഇതുണ്ടോ ഒരു ക്യാമറയാണ് ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിലെല്ലാം കറണ്ടുണ്ട്, സോളാറിൻ്റെയാണ്. പക്ഷേ 2 ദിവസമായിട്ട് മഴയൊക്കെ ഉള്ളതിൻ്റെ പേര് ഇത് കറണ്ട് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് തൊട്ട് നോക്കിയിട്ടില്ല. പക്ഷേ എന്നാൽ നമുക്കൊരു ഭയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മലയുടെ മേളിലൂടെയാണ് നമുക്ക് കയറേണ്ടത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു കുരിശടിയോ ഒന്നും കാണുന്നില്ല. അപ്പം ഈ ക്യാമറ വെക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് താഴെ തന്നെ നമുക്കൊരു അപായ ബോർഡ് കണ്ടായിരുന്നു. നമുക്ക് പെരിയാർ റിസർവ് കേന്ദ്രത്തിൻ്റെ ഒരു ബൗണ്ടറി ലൈനിൽ പെട്ടതാണ്. അപ്പുറം സൈഡ് തമിഴ്നാടിൻ്റെ ഇങ്ങേ സൈഡ് കേരളത്തിൻ്റെയാണ്. അപ്പം എന്തെങ്കിലും പോലീസ് കാട്ടുമൃഗങ്ങളുടെ എന്തെങ്കിലും സെൻസസിനോ മറ്റുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങോട്ട് ഈ ക്യാമറ വെച്ചിരിക്കുന്നത്. എന്നാൽ പോലും മേപ്പോട്ട് കയറാനുള്ളൊരു വഴിയും നമ്മൾ ഓപ്ഷൻ ഒന്നും ഇതിൽ കാണുന്നില്ല. അപ്പോൾ ആരെങ്കിലും ഒന്ന് വന്നിരുന്ന് നമുക്കൊന്ന് കണ്ട് ചോദിച്ചിട്ട് നമുക്ക് മേപ്പോട്ട് കയറാം കേട്ടോ. ഇതുണ്ടോ ഒരു ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ, ആനപ്പിണ്ടം. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന കേസേ ഉള്ളൂ. ഇതിലൊക്കെ ആനയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ മേത്തുകൾക്ക് മേഞ്ഞു നടക്കുന്ന വിഷാമിക്കയറാൻ അതിൻ്റെ മേളിൽ കാണും കേട്ടോ. എങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ ആന വരുന്നത് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ നമ്മളിങ്ങോട്ട് കയറി പോകുന്നു കേട്ടോ. ആ ചേച്ചിയുടെ നിന്ന് ചോദിച്ച് അനുമതിയല്ല, ചേച്ചി നമുക്കൊരു ധൈര്യമൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ കയറി പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കുമ്മളി ടൗണിൻ്റെയാണ് കേട്ടോ. നമുക്കിങ്ങനെ കണ്ടോ ആ കാണുന്നതെല്ലാം കണ്ടോ നമ്മുടെ ഇല്ലി പൂത്താണ് കേട്ടോ. അപ്പോൾ ആ കാണുന്നതെല്ലാം കേട്ടോ നമ്മുടെ തമിഴ്നാടല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ കാണുന്നതെല്ലാം നമ്മുടെ കുമ്മളി ടൗണാണ് കേട്ടോ. കണ്ടോ കുമ്മളി ടൗണിൻ്റെ ഒരു കാഴ്ചയാണ്. അപ്പോൾ അത് തന്നെയല്ല, അത് കണ്ടോ കുറേ തരിശായിട്ട് കുറേ ഭൂമി കിടക്കുന്നുണ്ടോ. എല്ലാം ഗവൺമെൻറ് സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് കന്നാലികളൊക്കെ മേയുന്നുണ്ട്. അത് അപ്പോൾ അങ്ങനെ നമ്മൾ കയറി വന്നു കേട്ടോ. അമ്മച്ചിയുടെ അടുത്ത് പോയി നമ്മളൊന്ന് ശരിക്കൊരു അനുമതിയല്ല, അമ്മച്ചി പറഞ്ഞ് ദയത്തോടെ കയറി പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ കാട്ടുപോത്തും കാട്ടാനകളും അതുപോലെ കാട്ടുമൃഗങ്ങളെല്ലാം വിളയാടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം അമ്മച്ചി ഇന്നലെ പറഞ്ഞോളൂ, ഇന്നലെ കൂടെ ഇവിടെ മേളിൽ ആന ഇറങ്ങി വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു ഭാഗം വന്നതുണ്ടോ, പുല്ല് മാറി നിൽക്കുന്നുണ്ടോ, അവിടെ ആന ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ഈ പാറയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഉണ്ടോ. എനിക്ക് തോന്നേ അതുണ്ടോ പുല്ല് മാറി നിൽക്കുന്നുണ്ടോ. നമ്മൾ സൂക്ഷിച്ചേ പോകുന്നുള്ളൂ. കുമ്മളി ടൗണിൻ്റെ ഒരു കാഴ്ച കാണാം. ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ നമ്മുടെ ചെളിമഴയുടെ ഭാവമൊക്കെ കാണാം കേട്ടോ. നമ്മളങ്ങനെ താഴ്ന്നാണ് കയറി വന്നത്. നമ്മൾ അധികം പുൽക്കാട്ടിലോട്ട് കയറുന്നില്ല. കാരണം ഇഷ്ടംപോലെ കാട്ടുജീവികളുള്ളതുകൊണ്ട് നമുക്കൊരു പേടിയുണ്ട്. ഉണ്ടോ പോകുന്ന വഴിക്കില്ല ആനപ്പുണ്ട് കേട്ടോ. ഞാനും വേണ്ടിയില്ല വന്ന സ്ഥിതിക്ക് മേളിലെ കുറിച്ച് നമ്മളെ മണ്ടയിലൊന്ന് കയറിയിട്ട് വരാം. ഉണ്ടോ ഈ കാണുന്നതെല്ലാം പന്നിയും കാട്ടുപോത്തും ആനയൊക്കെ ഇറങ്ങുന്ന താരയാണേ. ഓ ഇവന്ന് ഇന്ന് രാവിലെ കൂടെ ഇറങ്ങി വന്നിട്ട് പോകാം. അതുപോലെ മണ്ണ് കുതിർന്നിരിക്കുക കേട്ടോ. കേട്ടിട്ടില്ലേ ആകാശ വിസ്മയ സ്ഫോടനം എന്ന് കേട്ടിട്ടില്ലേ? അതായിരിക്കാണ് ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച കേട്ടോ. അപ്പോൾ അതിനാണ് കയറി വന്നത്. നമ്മൾ താഴേന്ന് അപ്പോൾ നമുക്കിനി കുറച്ച് നേരം മുന്നോട്ട് കയറാനുണ്ട്. ഇവിടെ ചെറിയ തണലുണ്ട് കേട്ടോ. അപ്പോൾ ഉയരും തോടും കാഴ്ചകൾക്ക് നല്ലൊരു സൗന്ദര്യം വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതുകൊണ്ടോ പറയാൻ തോന്നിയിട്ട് നമുക്കിനി ഈ സൈഡിൽ കൂടി നമുക്ക് പോവാം. അയ്യോ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ കുളത്തെ വെള്ളം കുടിക്കാനായിട്ടാണ് കാട്ടുമൃഗങ്ങളൊക്കെ വരുന്നത് പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്കത് പെയ്ത്ത വെള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കുളമല്ല. എന്നാൽ ഇവിടെ വെള്ളം കുടിക്കാൻ കാട്ടുമൃഗങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് കാണുന്നൊരു വ്യൂ പോയിൻ്റ് ഭയങ്കര കേട്ടോ. നമുക്കങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് അറിയത്തില്ല.
പൊന്നെ ഇതാണ് കേട്ടോ ആ ഒരു കുരിശുമല, കുരിശ് നാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്കിനി കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം കേട്ടോ. എന്നാലും നമുക്കിവിടെ ഭയങ്കര സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെയുള്ള ജനവാസമൊക്കെ ഉള്ളതെന്ന് മനസ്സിലായി. നമ്മൾ ഇതിലെ അങ്ങനെ പോയാലേ നമുക്ക് പോയി നോക്കാം. അങ്ങനെ അങ്ങോട്ട് പോയാൽ അവിടെ ഒരു കുളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു എന്നാലും ശകലം ഇറങ്ങി നോക്കാവേ. ഈ കാറ്റ് വരുമ്പോഴേ നമുക്കൊരു പേടിയാണ്, വല്ല ഞെരി വല്ല ഒടിക്കുന്നതാണോ, അതായത് കാട്ടുമൃഗങ്ങൾ വല്ല ഞെരി ഒടിക്കുന്ന സൗണ്ട് പോലെ. ഞാൻ പോകുന്നില്ല. കാറ്റടിക്കുമ്പോഴേ നല്ല മണമുണ്ട് ആനയുടെ. അപ്പോൾ ഇവിടെ വരെ നമ്മൾ പോകുന്നുള്ളൂ, താഴോട്ട് പോയാൽ ശരിയാകത്തില്ല. ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയപ്പം നല്ല ആനയുടെ കട്ടും നാറ്റ് പഠിക്കും ദേഹത്ത കേട്ടോ. നമ്മളങ്ങോട്ട് പോകുന്നില്ല. അപ്പം ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ പോയാലും പറഞ്ഞാൽ മറ്റേ സായിപ്പ് കുത്തിയ വെള്ളം, അതായത് ഈ പ്രദേശവാസികളെല്ലാം കുടിക്കുന്ന ആ ഒരു ഇതിനകത്ത് നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങോട്ട് പോകുന്നില്ല. അപ്പം നല്ല കട്ട സ്മെല്ലാണ് ആനയുടെ. സെൻറ്റ് മാത്യൂസ് ചർച്ച്, നസ്രാണിപുരം, 1952 സ്ഥാപിച്ച കുരിശാണിത്. അപ്പോൾ കുരിശിന് ശലം പുതുമയൊക്കെ ഉണ്ട്. അത് തന്നെയല്ല ഉണ്ടോ, ഇവിടെ ഒരു സ്റ്റാറൊക്കെ ഉണ്ട്, ഭയങ്കര സ്റ്റാർ. പിന്നെ ഇവിടെ ഒരു സോളാർ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച ഉണ്ടോ, നല്ല വിദൂര കാഴ്ചയാണ് കേട്ടോ. നമ്മളങ്ങനെ അധികം താട്ടിറങ്ങി പോകുന്നില്ല, ഭയങ്കര വലിയ അധാനമായ കൊക്കയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു കാഴ്ച താഴ്ന്ന് കണ്ടായിരുന്നു. കുമ്മളി ടൗണിൻ്റെയൊക്കെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഓ ഉണ്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അത് തന്നെയല്ല, 1952 സ്ഥാപിച്ച കുരിശാണ് ഇവിടെ. ഇപ്പം ഈ കുരിശിന് തൊട്ട് ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററുടെ മലമുകളിൽ കൂടെ പോയാൽ നമുക്ക് സായിപ്പ് കുത്തിയ കുളം, അപ്പോൾ അതിനകത്തൊക്കെ വെള്ളം ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം അങ്ങോട്ട് ഇരുന്നപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ആ കാറ്റിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു ഗന്ധമുണ്ട്, കാട്ടാനയുടെ ഒരു ഗന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടി. പക്ഷേ ഇത് അടുത്ത് എവിടെയോ ഉണ്ട്, പക്ഷേ തലയ്ക്ക് മേളിലാണ് പുല്ല് നിൽക്കുന്നത്. അപ്പം ആ പുല്ല് നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം താഴെ രണ്ട് ക്യാമറ കണ്ടു. അപ്പം നമ്മൾ ആ അമ്മച്ചിയോട് ചോദിച്ചിട്ടാണ് നമ്മൾ കയറി വന്നത്. കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കൊരു ഉൾഭയം, കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വല്ല ഇതിലും പെട്ടുപോയാൽ ആരും ഇങ്ങോട്ട് കയറി വന്ന് ആരും കണ്ടില്ല. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.